ഐസ് ഫസ്റ്റ് അവർ എന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഞാൻ നെക്സ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യനിലെ ഐഗൺ വാല്യൂസ് ഇതായിരുന്നു 0, 1, 3. ഓക്കെ, 0ന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയ ഐഗൺ വെക്ടർ എന്ന് പറയണേ. ഐഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു 0. Anyone got the answer? ടെക്സ്റ്റ് ചെയ്യാട്ടെന്ന് ആൻസർ കിട്ടിയിട്ടുണ്ടല്ലോ. 0ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ. ഐഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു ദ ഐഗൺ വാല്യൂ 0. -1 -1 1. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യണേലോ. 1 1 -1. ഓക്കെ, രണ്ട് നെഗറ്റീവ് ഉണ്ടേല് ഞാൻ പറഞ്ഞിരുന്നു 2D ബെറ്റർ രണ്ട് നെഗറ്റീവ് ക്യാൻസൽ ചെയ്തിട്ട് ഒരെണ്ണം നെഗറ്റീവ് ആക്കുന്നത് നല്ലത്. 1 1 -1 ആണ് ആദ്യത്തെ ഐഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു the eigenvalue 0. Then the eigenvector corresponding to lambda is equal to 1. 1 corresponding eigenvector എന്താ കിട്ടിയേ? 101. Okay, yeah, 101. Okay, then 3 corresponding eigenvector. അക്ഷയ്, ഇതിന്റെ അക്ഷയ് പറഞ്ഞപ്പോ 3 ആണോ അക്ഷയ്? 3 മിസ്റ്റേക്ക് ഉണ്ട്. ഇനി അത് ആൻസർ -1 2 1. ഹരി കറക്റ്റ്. പക്ഷെ ഇതൊന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ, ഇത് തന്നെ നോക്കണം. -1 2 1 ആ വരുന്നത്. എവിടെ മിസ്റ്റേക്ക് എന്നൊന്ന് വെരിഫൈ ചെയ്യാട്ടത്. കിട്ടുന്നില്ലെങ്കിൽ എന്നെ വിളിച്ചു ചോദിച്ചോ, ഞാൻ പറഞ്ഞുതരാം. -1 2 1 ഇതെല്ലാം നോർമലൈസ് ചെയ്യണം. Then form the matrix capital X. ആദ്യം ഇതെല്ലാം തന്നെ ഒന്ന് നോർമലൈസ് ചെയ്ത് each and every eigenvectorനെയും നോർമലൈസ് ചെയ്യും. -1 1 -1 നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? x1 star അല്ലെ? നോർമലൈസ് ചെയ്തിട്ട് എഴുതി കഴിഞ്ഞാൽ ഇതാണ് 1 1 1. സോ ദ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. നോം x കാണുന്നത് അല്ലെ? ഓരോ ടേമിന്റെയും നോം കണ്ടുപിടിക്കുക. നോം ഇവിടെ 3 ആണ് വരുന്നത്. നോം x √3, it is √2, it is 6. ഓരോ ടേമിന്റെയും ഓരോ ഐഗൺ വെക്ടറിന്റെയും നോം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ നോം കൊണ്ട് ഓരോ ടേമിനെയും ഡിവൈഡ് ചെയ്യും. സോ 1/√3, 1/√3 and -1/√3. ഇതാണ് x1 സ്റ്റാർ. നോർമലൈസ് ചെയ്തിട്ടുള്ള വെക്ടർ ആണ് ഇത്. അടുത്തത് സെക്കൻഡ് ഐഗൺ വെക്ടറിനെ നോർമലൈസ് ചെയ്യാം. ഇവിടെ നോം കണ്ടുപിടിച്ചിട്ടുണ്ട് √2 ആണ്. √2 എന്നുള്ള ടേം ഉണ്ട് ഈച്ച് എവറി എലമെന്റ്സിന്. ഐഗൺ വെക്ടറിലുള്ള ഓരോ എലമെന്റ്സിനെയും √2 എന്നുള്ള ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. So we get x2 star equal to 1/√2 0 again 1/2. സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന √6 ആണ്. സോ √6 എന്നുള്ള ടേം കൊണ്ട് ഈച്ച് ആൻഡ് എവറി എലമെന്റ്സിനെയും ഡിവൈഡ് ചെയ്യുക. Then form the eigenvector x3 star. x3 star ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് -1/√6, 1/√6 and 1/√6. Then form the matrix capital X. Then
ലാഗ് ആവുന്നുണ്ടോ? ഓക്കെ, x is equal to xy എന്നുള്ള ട്രാൻസ്ഫോർമേഷൻ കൂടി കണ്ടുപിടിക്കണം. അത് x എഴുതാം, കോളമായിട്ട് റെപ്രസെന്റ് ചെയ്യാം. Then is equal to x. ഇതുവരെയും കാനോണിക്കൽ പ്രിൻസിപ്പൽ ആക്സിസ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കോണിക് സെക്ഷൻ മാത്രം ചോദിക്കുകയാണെങ്കിൽ λ1 y1 സ്ക്വയർ λ2 y2 സ്ക്വയർ എഴുതി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അല്ലാത്ത കേസിലെല്ലാം തന്നെ ഇതുവരെയും ചെയ്യും. ഇതുവരെ നല്ലത് മൾട്ടിപ്ലൈ ചെയ്ത് കൂടി എഴുതണം കേട്ടോ. x1 is equal to ഫസ്റ്റ് റോ യൂസ് ചെയ്തുകൊണ്ട് കോളം മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഓരോ ഇക്വേഷനും എഴുതണേ. അപ്പോൾ x1 is equal to ഫസ്റ്റ് റോ യൂസ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്യാം. It is 1/√3 y1 plus 1/√2 y2 plus minus 1/√6 y2. Then x2 is equal to അടുത്ത equation form ചെയ്യണം. So x2 is equal to second row this column. So 1/√3 y1 0 y2 2/√6 y2. 1/√3 y1 plus 0 y2 plus 2/√6 y2. Then form the third equation. That is x3. x3 is equal to third row and this column. It is minus 1/√3 y1, 1/√2 y2 plus 1/√6 y3. That is the third equation. x3 is equal to minus 1/√3 y1 plus 1/√2 y2 plus 1/√6 y. Okay. Complete note ഞാൻ സെൻഡ് ചെയ്യാം. ഈ നോട്ട്സ് വല്ലവരും മിസ്സായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഗൂഗിൾ ക്ലാസ് റൂമിൽ ആരോരാൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, അവർക്ക് നോട്ടൊന്നും കിട്ടി കാണത്തില്ല. ഞാൻ എന്തായാലും ഗൂഗിൾ ക്ലാസ് റൂമിൽ കംപ്ലീറ്റ് നോട്ട്സും അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഡൗട്ട് ഉള്ളവർക്ക് എന്തെങ്കിലും ചോദിക്കാം. ഓ, അതാണോ നിയാസ് ഡൗട്ട്? പൊങ്കലിന് ലീവ് ഉണ്ട് എന്നുള്ളതല്ലേ ഡൗട്ട്? ആ, ഫസ്റ്റ് മൊഡ്യൂളിൽ എന്താ ഡൗട്ട് ചോദിച്ചപ്പോ ചോദിച്ചതാ നിയാസ്. മാം, സിഗ്നേച്ചറിന്റെ വേറൊരു മെത്തേഡ് പറഞ്ഞു തന്നില്ല, ഒന്നുകൂടി പറഞ്ഞു തരൂ. വേറെ മെത്തേഡ് അല്ല, നമുക്ക് സിഗ്നേച്ചർ രണ്ട് രീതിയിൽ കണ്ടുപിടിക്കണം. അത് ഞാൻ പറഞ്ഞത് ചില ടെക്സ്റ്റുകളിലുള്ള ഡിഫറൻസ് ആണ്. ശരിക്കും സിഗ്നേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് n0 n+n- എന്നുള്ള ടേംസ് ഏതൊക്കെയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ സിഗ്നേച്ചർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഒരു ട്രിപ്ലെറ്റ് ആയിട്ട് n0 n+ and n-. വേറെ ചില ടെക്സ്റ്റിൽ ജസ്റ്റ് ഇത്ര മാത്രമേ ഉണ്ടാവുള്ളൂ, n+, -n-. n+ഉം n- തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചില ടെക്സ്റ്റിൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ രണ്ടും എഴുതി വെച്ചോളൂ, പ്രശ്നമൊന്നുമില്ല. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ
ഈ പറഞ്ഞ കാര്യം കിട്ടുക എന്നുള്ളത് വലിയ കാര്യമല്ല. n പ്ലസും n മൈനസ് എന്താന്നുള്ളത് കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ മൈനസ് ചെയ്യാൻ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. രണ്ട് നിങ്ങൾ എഴുതി. സിഗ്നേച്ചറിന് ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഒന്ന് ട്രിപ്ലറ്റ് ആയിട്ട് എഴുതി വെക്കുക. ഓർന്നിട്ടിട്ട് എന്തും ചെയ്യാം, ഇത് തമ്മിലുള്ള ഡിഫറൻസ് കൂടി കണ്ടുപിടിച്ച് എഴുതി. ഓക്കെ, ഇപ്പൊ രണ്ടും എഴുതി വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു കേട്ടോ. ഓക്കെ മാം. ട്രിപ്ലറ്റ് ആയിട്ടും റെപ്രസെന്റ് ചെയ്യാം, ജസ്റ്റ് n പ്ലസ് മൈനസ് n മൈനസ് കൂടി ചെയ്തു. ഓക്കെ, ഇതിന്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കുറെ ഉണ്ട്, അതെല്ലാം ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്ത് തരാം. വേറെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളത് അതൊക്കെ നിങ്ങൾക്ക് നോക്കാം. ഡിഫറെന്റ് ആയിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്ത് തന്നിട്ടുണ്ട്. കൂടിയൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് ഇവിടെ മൊഡ്യൂളിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? സിഗ്നേച്ചർ, സിഗ്നേച്ചറിന്റെ കാര്യം. ഇത് സിഗ്നേച്ചർ നോക്കണം. സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ ട്രിപ്ലെറ്റ് ആയിട്ട് എഴുതാന്ന് പറഞ്ഞു. ഇൻഡെക്സ് മനസ്സിലായല്ലോ. ഇൻഡെക്സ്, റാങ്ക്, സിഗ്നേച്ചർ. സിഗ്നേച്ചർ എന്ന് പറഞ്ഞത് ഒരു ട്രിപ്ലെറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. n0, n പ്ലസ് ആൻഡ് n മൈനസ്. n0 എന്ന് പറയുന്നത് നമ്പർ ഓഫ് 0 ഐഗൺ വാല്യൂസ്. കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, വർക്ക് നടക്കുന്നുണ്ട്. n0 എന്ന് പറയുന്നത് നമ്പർ ഓഫ് 0 ഐഗൺ വാല്യൂസ്. എത്ര 0 ഐഗൺ വാല്യൂസ് വന്നിട്ടുണ്ട് അതാണ് n0. നമ്മളിപ്പോ ചെയ്ത ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു ഐഗൺ വാല്യൂസ്? ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ 0, 1, 3. 0, 1, 3. ഈ ക്വസ്റ്റ്യനിലെ സിഗ്നേച്ചർ ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ എത്ര 0 ഐഗൺ വാല്യൂസ് ഉണ്ട്? ഇവിടെ 1. n പ്ലസ് എത്ര ഉണ്ട്? എത്ര പ്ലസ് പോസിറ്റീവ് ഐഗൺ വാല്യൂസ് എത്ര ഉണ്ട്? 2. So 2. n മൈനസ് എത്ര ഉണ്ട്? നെഗറ്റീവ് ഐഗൺ വാല്യൂസ് ഉണ്ട് ഇവിടെ. ഈ കേസിൽ സിഗ്നേച്ചർ 1, 2, 0 ആണ്. ഓക്കെ, അപ്പൊ ആ സിഗ്നേച്ചർ രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്തിട്ടാണ്. ചില ടെക്സ്റ്റിൽ ഇങ്ങനെയാണ് കൊടുക്കുന്നത്, ചില ടെക്സ്റ്റിൽ ട്രിപ്ലെറ്റ് മാത്രമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇപ്പൊ ആൻസർ കീയിലും വാല്യൂഷനിലും അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. പക്ഷെ എങ്കിലും രണ്ടും നമ്മൾ എഴുതി വെച്ചു കേട്ടോ. ഒന്ന് ട്രിപ്ലെറ്റ് ആയിട്ട് എഴുതുക, ഓർന്നിട്ടിട്ട് എന്ത് കൂടി ചെയ്യുക, n പ്ലസ് മൈനസ് n മൈനസ് കൂടി ചെയ്ത് എഴുതുക. സിഗ്നേച്ചർ ഇസ് ഈക്വൽ ടു 2 എന്നും എഴുതുക. ഓക്കെ, ട്രിപ്ലെറ്റ് എഴുതി വെക്കുക, ആ ഡിഫറൻസ് കൂടി നമ്മൾ എഴുതും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് അടുത്ത മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. നാളെ ചിലപ്പോൾ നമുക്ക് അവർ ഉണ്ടാവത്തില്ല. നാളെ മാത്സ് അവർ മിക്കവാറും. ഹലോ മാം, ഈ ലാസ്റ്റ് വരുന്ന ഇക്വേഷൻ അല്ലേ? ലാസ്റ്റ് പറഞ്ഞ ഇക്വേഷൻ അതിലിപ്പോ ഈ y1, y2, y3ന്റെ കോഎഫിഷ്യൻസ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാ? അല്ല, എന്നാ ഇപ്പൊ വെക്ടേഴ്സിന്റെ ഓർഡർ മാറില്ലേ? അത് കുഴപ്പമില്ല, അത് പ്രശ്നമില്ല. എങ്കിലും ഞാൻ പറഞ്ഞില്ലേ, മിക്കവാറും ഞാൻ പറഞ്ഞ ആ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ഫോമിൽ ഞാൻ പറഞ്ഞു. സനൽ ചോദിച്ച നല്ലൊരു ചോദ്യം തന്നെ. ഐഗൺ വെക്ടർ നമ്മൾ ചിലവർ ആദ്യം 1ന്റെ കണ്ടുപിടിക്കും, ചിലവർ 3യുടെ കണ്ടുപിടിക്കും, അതൊന്നും പ്രശ്നം. പക്ഷെ എങ്കിലും ഞാൻ പറഞ്ഞു, നമ്മൾ കഴിയുന്നത് നമ്മുടെ ഭാഗത്തുനിന്ന് കറക്റ്റ് ആയിട്ട് ചെയ്തു. നമ്മളിപ്പോ വാല്യുവേഷനിൽ ചില പ്രശ്നങ്ങളൊക്കെ വരുന്ന കാണാം, പേപ്പറിലൊക്കെ കാണുന്നത്. അപ്പൊ നമ്മൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാന്നറിയാം, കറക്റ്റ് ആ ഓർഡറിൽ അങ്ങനെ ഇല്ല. ആദ്യം നെഗറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് കണ്ടുപിടിച്ചു. അപ്പൊ -1ഉം 2ഉം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം -1 കണ്ടുപിടിക്കുക, then 2ന്റെ കണ്ടുപിടിക്കുക. ഓക്കെ, എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എങ്കിലും നമ്മൾ നിങ്ങൾക്ക് കിട്ടിയ വാല്യൂസ് 0, 1, 3 ആണ്. നിങ്ങൾ അത് തിരിച്ച് എഴുതാൻ നിൽക്കണ്ട, കഴിയുന്നത് 3, 1, 0 എന്നൊന്നും എഴുതാൻ നിൽക്കണ്ട. നമ്മൾ കറക്റ്റ് ആ ഒരു ഇൻക്രീസിങ് ഓർഡർ പോലെ ഒരു ഫോമാറ്റിൽ നമുക്ക് എഴുതി ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം 0 ചെയ്യുന്നു, then 1 ചെയ്യുന്നു, 3. ആൻസർ കീയിൽ കറക്റ്റ് ഇതേ ഫോമിലായിരിക്കും. നമ്മളും അതേ രീതിയിൽ ഫോളോ ചെയ്ത് ചെയ്യും. അത്രയേ ഉള്ളൂ. സനിൽ ചോദിച്ച നല്ല ചോദ്യം തന്നെയാണ്, എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്ത് തന്നെ പഠിച്ചോളൂ കേട്ടോ.
വാല്യൂഷനിൽ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് ഓർഡറിൽ പറഞ്ഞു. ശരിക്കും ആൻസർ കീഴിൽ അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവും. ആദ്യം 0ന്റെ നോക്കിയായിരിക്കും, ദെൻ 1ന്റെ ആയിരിക്കും, 3ന്റെ. നോക്കുന്നവർക്കും അതൊരു എളുപ്പമായിരിക്കില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ രീതിയിൽ അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. നെഗറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ആദ്യം ചെയ്യും. അപ്പൊ -1, 2, 3 ആണെങ്കിൽ ആദ്യം -1 ചെയ്യാം, ദെൻ 1, ദെൻ കീപ്. ടീച്ചർ സാരി സൂപ്പർ. അതേപോലെ എന്താ നിയാസ് കേട്ടില്ല? അടുത്ത മോഡ്യൂൾ എടുക്കാം ടീച്ചർ. അടുത്ത മൊഡ്യൂൾ തുടങ്ങണോ? നിയാസിന് തിരക്കായോ? തുടങ്ങാം. അപ്പൊ പരീക്ഷയൊക്കെ നന്നായി പഠിച്ച് എഴുതണേ കേട്ടോ. മണ്ടി ഏത് ക്വസ്റ്റിനാ ഷെഹിൻ ചോദിച്ചേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ നമ്മൾ ചെയ്തത്? കനോണിക്കൽ ഫോമിന്റെ ആണോ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞേ? കനോണിക്കൽ ഫോമിന്റെ ആണോ ക്വസ്റ്റ്യൻ കിട്ടാഞ്ഞിട്ടാണോ? ഷെഹിൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോ കാര്യം എന്താന്നുള്ളത്. ആ നോട്ട്സ് ഒന്ന് സെൻഡ് ചെയ്യാട്ടോ. ഹലോ മാം, ഷെഹിൻ ഇപ്പൊ അവസാനം ചെയ്ത ക്വസ്റ്റ്യൻ ഇല്ലേ, ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യോ? കനോണിക്കൽ ഫോമിലേക്ക് മാറ്റുന്നതാണോ? അത് അതന്നെ അല്ല, നമ്മൾ ലാസ്റ്റ് എഴുതിയ ക്വസ്റ്റിന്റെ അല്ലേ? അതായത് അതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് ശ്രദ്ധിച്ചോളൂ. നമ്മൾക്ക് തരുന്ന ക്വസ്റ്റ്യൻ ഒരു ക്വാഡ്രാറ്റിക് ഫോം തരും. അപ്പൊ ഈ ക്വാഡ്രാറ്റിക് ഫോമിന്റെ ഏത് ക്വസ്റ്റ്യൻ എന്നതിന് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കോണിക് സെക്ഷൻ കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഏത് യൂസ് ചെയ്യണം? λ1. അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ തന്നിരുന്നു, പ്ലസ് x3 സ്ക്വയർ മൈനസ് 2x1 x2 പ്ലസ് 2x2 x3. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിലെ ചോദ്യം ഇതായിരുന്നു, കനോണിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനാ പറഞ്ഞു. പിന്നെ ഒരു ചോദ്യം കൂടി ഇതിൽ സബ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഷോ ദാറ്റ് ഇറ്റ് ഇസ് പോസിറ്റീവ് ഡെഫിനിറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു. അത് പറയാൻ പറ്റുന്നതാണ്. പോസിറ്റീവ് ഡെഫിനിറ്റ് ആണെന്ന് കാണിക്കാൻ എന്താ കണ്ടീഷൻ പോസിറ്റീവ് ഡെഫിനിറ്റിന്റെ? അത് ആദ്യം പറഞ്ഞുതരാം. ഒരു ടേം അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് ഒരെണ്ണമെങ്കിലും 0 വേണമെന്ന് പറഞ്ഞു, ബാക്കി എല്ലാ ടേംസും പോസിറ്റീവ് ആണ്. ഇതൊരു പോസിറ്റീവ് ഡെഫിനിറ്റിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, കുറഞ്ഞത് ഒരെണ്ണമെങ്കിലും 0, ബാക്കിയുള്ള എല്ലാ ടേംസും പോസിറ്റീവ് ആണെങ്കിൽ, സോറി പോസിറ്റീവ് സെമി ഡെഫിനിറ്റ്, പോസിറ്റീവ് ഡെഫിനിറ്റ് അല്ല, പോസിറ്റീവ് സെമി ഡെഫിനിറ്റ്. എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ഡെഫിനിറ്റ് എന്ന് പറയാം. അറ്റ്ലീസ്റ്റ് ഒരു ടേമെങ്കിലും കുറഞ്ഞത് ഒരെണ്ണമെങ്കിലും 0 ആയിരിക്കാം. ഒരെണ്ണം 0 ആയിരുന്നു നമുക്ക് ഇപ്പൊ കിട്ടിയ ഐഗൻ വാല്യൂസ് 0, 1, 3 എന്നായിരുന്നു. സോ ഈ തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഫോം എന്താന്ന് പറയാം? ഇറ്റ് ഇസ് എ പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് ആണെന്ന് പറയാം. പിന്നെ ഇവിടെയുള്ള ക്വസ്റ്റ്യങ്ങൾ ശ്രദ്ധിക്കുക. കോണിക് സെക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടില്ല. ഇതിൽ ഞാൻ പറഞ്ഞു കോണിക് സെക്ഷൻ മിക്കവാറും കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം ഈക്വൽ ടു എന്ന് പറഞ്ഞ് മിക്ക ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഇവിടെ വാല്യൂസ് തരാറുണ്ട്. അതിന്റെ 0 128 72 എന്നൊക്കെ വാല്യൂസ് തരാറുണ്ട്. വാല്യൂസ് തന്നാൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റൂ? ഈ പറഞ്ഞ കോണിക് ഏത് കോണിക് ആണെന്ന് പറയാൻ പറ്റും. അവിടെ അത് തന്നിട്ടില്ല, കോണിക് എന്നുള്ളതിന്റെ ക്വസ്റ്റ്യനും ഇല്ല. ചോദിച്ചത് ഇതാണ്, അതിന് പ്രിൻസിപ്പൽ ആക്സിസ് അല്ലെങ്കിൽ കനോണിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. പിന്നെ ആ ഒരു ടേം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മിക്കവാറും അത് കണ്ടുപിടിച്ചിരിക്കും. ഏത് വരെ ചെയ്തിരിക്കണം? x is equal to xy എന്നുള്ളത് വരെ ചെയ്തു. പ്രിൻസിപ്പൽ ആക്സിസ് ഫോം എന്ന് പറയുന്നത് λ1 y1 സ്ക്വയർ ഒക്കെ തന്നെയാണ്. എങ്കിലും ഏത് ട്രാൻസ്ഫോർമേഷൻ എന്നാണ് ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത്? ആ പ്രിൻസിപ്പൽ കനോണിക്കൽ ഫോം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഏത് ട്രാൻസ്ഫോർമേഷൻ ആണ് അവിടെ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ അതൊക്കെ ക്വസ്റ്റ്യൻ മിക്കവാറും അങ്ങനെ പറയത്തില്ല, എങ്കിലും പ്രിൻസിപ്പൽ കനോണിക്കൽ ഫോം കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിച്ചിരിക്കും. x is equal to xy എന്നുള്ളത് ചെയ്യണം. അതിന് ആദ്യം നമ്മൾ എന്താ ചെയ്യുക? ഒരു ക്വാഡ്രാറ്റിക് ഫോമിന്റെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ക്യൂ തന്നിട്ടുണ്ടല്ലോ, അതിന് ആദ്യം മെട്രിക്സ് കൺവേർട്ട് ചെയ്യും. എക്സ് ട്രാൻസ്പോസ് എക്സിലേക്ക് കൺവേർട്ട് ചെയ്യും. എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതിന്റെ മെത്തേഡ്സ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നു. സ്ക്വയർ ടേംസ് എല്ലാം തന്നെ ഡയഗണൽ എലമെന്റ്സ് ആയിട്ട് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ x1 x2 പൊസിഷൻ ആണ് ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മുടെ മെട്രിക്സിൽ എനിക്ക് പൊസിഷൻ ഒക്കെ അറിയാം. A12 A21 എവിടെയാണോ വരുന്നത് അവിടെ ഈ തന്നിരിക്കുന്ന കോഎഫിഷ്യന്റ് ഹാഫ് ചെയ്തിട്ട് എഴുതാം. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, എക്സാമിന് വേണേലും നിങ്ങൾക്ക് x1 x2 ചോദിക്കണം എന്നില്ല. ഇതിന് പകരം ഇവിടെ x സ്ക്വയർ y സ്ക്വയർ z സ്ക്വയർ x
x1, x2. So xy and x2, x3. It is y z. ഈ ഫോമിലും ക്വസ്റ്റ്യൻ വരാം. അപ്പൊ നിങ്ങൾ എക്സ് വൈ സെഡിലാണ് വരുന്നതെങ്കിൽ ആ നമ്പേഴ്സ് നിങ്ങളുടെ മനസ്സിൽ വേണം. എക്സ് എന്ന് പറഞ്ഞാൽ x1, y എന്ന് പറയുന്നത് x2, z എന്ന് പറയുന്നത് നമ്മുടെ x3 ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് പൊസിഷൻ ചെയ്തു. എക്സ് വൈ സെഡ് തന്നു എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും പറയാതെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, സ്റ്റാർട്ടിങ്ങിലെ ഒരു എക്സാമ്പിൾ കണ്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഒന്ന് നോക്കുക മക്കളെ. അത് പ്രത്യേകം പഠിക്കുന്ന ടോപ്പിക് വൃത്തിയായിട്ട് പഠിക്കണം. കുറെ എല്ലാം കൂടി എടുത്ത് ഐക്കൺ വാല്യൂ, ഐക്കൺ വെക്ടർ, റാങ്ക് അങ്ങനെ എല്ലാം പഠിക്കണം. ഏത് ടോപ്പിക് എടുക്കണേ അത് അത്രയും കുറവായിരിക്കും. നിങ്ങൾക്ക് അതിൽ ഏത് ക്വസ്റ്റ്യൻസ് തന്നാലും അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ 10 ക്വസ്റ്റ്യൻ പഠിച്ചത് കാര്യമില്ല. നിങ്ങൾ മിക്കവാറും 1-2 ടോപ്പിക് പ്രത്യേകം പഠിച്ചിട്ട് കൊടുക്കും. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പം ആ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ശ്രദ്ധിച്ച് ചെയ്യുന്നത് വേണം. ഇനി ഈ മൊഡ്യൂളിൽ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞിരുന്നു. നമ്മുടെ ഐഗൺ വാല്യൂ ആണ് മെയിൻ പ്രശ്നം. എന്താണ്? ഐഗൺ വാല്യൂ തെറ്റിയാൽ ഐഗൺ വെക്ടർ നോക്കേണ്ട വരില്ല. അതുകൊണ്ട് കഴിയുന്നതും കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് തന്നെ അത് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ ക്യൂ തന്നു കഴിഞ്ഞാൽ ആദ്യം എ എന്നുള്ള മെട്രിക്സ് ഫോം ചെയ്യും. എ എന്നുള്ള മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട സ്റ്റെപ്സ് ഇതാണ്. ക്വാഡ്രാറ്റിക് ഫോമിന്റെ പറയുന്നത് ആദ്യം എന്ത് ചെയ്യുക? ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കുക. മെട്രിക്സ് ഫോം ചെയ്യുന്നത് വൃത്തിയായി പഠിച്ചു വെക്കുക. അതിന് നല്ല മാർക്ക് ഉണ്ടാവും കേട്ടോ. മെട്രിക്സ് ഫോം ചെയ്യുന്നതിന് കൂടുതൽ മാർക്ക്. മെട്രിക്സ് ഫോം ചെയ്യാൻ നന്നായി മനസ്സിലാക്കി വെച്ചോളൂ. അതിനുശേഷം ഫസ്റ്റ് ഫൈൻഡ് ദ ഐഗൺ വാല്യൂസ്. അപ്പൊ ഈ ഐഗൺ വാല്യൂ, ഐഗൺ വെക്ടർ നമ്മൾ മുന്നേ ചെയ്ത അതേ സംഭവങ്ങൾ തന്നെ സ്റ്റാർട്ടിങ് മുതൽക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. കുറേ പ്രോബ്ലം ആയി ചെയ്യുന്നു അല്ലെ? ഐഗൺ വാല്യൂയിൽ ചെയ്തു, ഐഗൺ വെക്ടർ നമുക്ക് സെപ്പറേറ്റ് ടോപ്പിക്കിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഡയഗണലൈസേഷനിലും അത് തന്നെ ചെയ്തത്. ഓർത്തോഗണൽ റിഡക്ഷൻ പറഞ്ഞിടത്തും ഈ പറഞ്ഞ അതേ സംഭവം തന്നെ, ചെറിയൊരു വ്യത്യാസമേ വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം ഐഗൺ വാല്യൂ കണ്ടുപിടിക്കുക. then find the ഐഗൺ വെക്ടർ. ഐഗൺ വെക്ടർ കണ്ടുപിടിച്ചതിന് ശേഷം എന്തുകൂടി ചെയ്യണം? ഓരോ ഐഗൺ വെക്ടറെയും നമ്മൾ നോർമലൈസ് ചെയ്തിട്ട് എഴുതി വെക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലായിടത്തും നമ്മൾ എവിടെയൊക്കെ നോർമലൈസേഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കി വെച്ചു. ഓർത്തോഗണൽ റിഡക്ഷനിൽ നമ്മൾ നോർമലൈസ് ചെയ്യുന്നുണ്ട്. ക്വാഡ്രാറ്റിക് ഫോമിന്റെ അവിടെയും നോർമലൈസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. അതുകൊണ്ടാണ് അവിടെ ഫോർമുല എക്സ് ട്രാൻസ്പോസ് എ എക്സ് എന്ന് വരുന്നത്. പക്ഷെ ഡയഗണലൈസ് ചെയ്യുന്ന അവിടെ അതല്ല, ഫോർമുല എക്സ് ഇൻവേഴ്സ് എ എക്സ് ആണ് ഫോർമുല. ഓക്കെ, അങ്ങനെ ടോപ്പിക്സ് കമ്പയർ ചെയ്ത് കൂടി പഠിക്കും. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ പോലെ നോർമലൈസ് ചെയ്തിട്ടുള്ള ഒരു എക്സ് എന്നുള്ള മെട്രിക്സ് നമ്മൾ കണ്ടുപിടിക്കും. നോർമലൈസ് ചെയ്യുന്നതൊക്കെ പഠിച്ചോളാം കേട്ടോ. മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട്. ഡൗട്ട് ഉള്ളവർക്ക് വിളിച്ചാൽ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പൊ എക്സ് ഫോം ചെയ്തതിന് ശേഷം എന്തുകൂടി ചെയ്യണം? എക്സ് ഇസ് ഈക്വൽ ടു എക്സ് വൈ എന്നുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ കാനോണിക്കലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ. ശരിക്കും അതിന്റെ പ്രൂഫ് ഒക്കെ ഉണ്ട്, നമുക്ക് ആവശ്യമൊന്നുമില്ല. അങ്ങനെ നമുക്ക് ഇതുവരെ എക്സാമിനൊന്നും ചോദിച്ചിട്ടില്ല. ശരിക്കും ഇത് കറക്റ്റ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്ത് നമ്മുടെ λ1 y1 സ്ക്വയർ പ്ലസ് λ2 y2 സ്ക്വയറിലേക്ക് എത്തിക്കും. അങ്ങനത്തെ കാര്യങ്ങളുണ്ട്, നമുക്കത് ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ എന്ത് മാത്രം ചെയ്യുക? എക്സ് ഇസ് ഈക്വൽ ടു എക്സ് വൈ എന്നുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ വരെ എഴുതി വെച്ചോളാം. അത് ഈ പറഞ്ഞ പോലെ മൾട്ടിപ്ലൈ ചെയ്ത്, അല്ലാതെ ചുമ്മാ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് വൈ എഴുതി സ്റ്റോപ്പ് ചെയ്യരുത്, മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. ഓക്കെ, ക്വാഡ്രാറ്റിക് ഫോമിന്റെ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. പ്രിൻസിപ്പൽ കാനോണിക്കൽ ഫോം എന്ന് പറഞ്ഞാൽ ഇതുവരെ എഴുതി നിർത്തുക. ഇത് അല്ലാതെ ക്വാഡ്രാറ്റിക്കിൽ ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ഈ പറഞ്ഞ പോലെ അത് വളരെ എളുപ്പമാണ്. നമുക്ക് ഡെഫിനിഷൻ നോക്കിയാൽ തന്നെ ആൻസർ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ കോണിക്. ഏത് കോണിക് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കോണിക്സ് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഞാൻ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്ത് തരാം. അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. കാര്യം ചെയ്യപ്പോ എന്തായാലും സമയമായി അല്ലേ? നമ്മളിനിപ്പോ അടുത്ത മൊഡ്യൂളിൽ തുടങ്ങാനൊന്നും പറ്റും. 1-ാം തീയതി തന്നെ സ്റ്റാർട്ട് ചെയ്യാം രണ്ടാമത്തെ മൊഡ്യൂൾ. ഒരു കാര്യം ചെയ്യാം, ഞാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തരാം, മക്കളെ നോട്ട് ചെയ്തോളാം കേട്ടോ. K2 മുന്നേ ചോദിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ പറഞ്ഞ പണ്ട് K2 ഈ ടോപ്പിക് എന്ന് പറയുന്നത് S3 ആയിരുന്നു കേട്ടോ. നിങ്ങളുടെ സീനിയർ ബാച്ചിനാണ് 2019 സ്കീം വന്ന് തുടങ്ങിയത്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ പേപ്പറേ ഉള്ളൂ. കറക്റ്റ് എക്സാക്ട് നിങ്ങളുടെ സിലബസിനെ ബേസ് ചെയ്ത് വരുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറേ വന്നിട്ടുള്ളൂ. ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഞാൻ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്ത് തരും. അപ്പൊ നമ്മള് മുന്നേ ചോദിച്ചിട്ടുള്ള S3 ചോദിച്ചിട്ടുള്ള ടോപ്പിക്ക് നോക്കാം.
3x square. സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ ഒരെണ്ണം x1 x2 x3 ചോദിച്ചിരുന്നു. വേറെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് നേരെ തിരിച്ച് XYZ ചോദിച്ചിരുന്നു. അങ്ങനെയൊക്കെ മാറ്റി മാറ്റി ചോദിക്കുന്നുണ്ട്. x square ചെയ്തതല്ലേ. ഡൗട്ട് ഉള്ളവർക്കൊക്കെ ചോദിക്കാം. നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിലൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ എന്തായാലും അടുത്ത മൊഡ്യൂൾ എടുക്കുന്നില്ല. എന്തെങ്കിലും പറയാനെങ്കിൽ തരാം. 17 x1 30 x1 x2 അത് ചെയ്തു അല്ലേ. ആ 128ന്റെ ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്തത് 128ന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. x1 square 2x2 square ഇതും ചോദിച്ചതാ. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ 3x square plus 22xy plus 3y square equal to 0. അതും ചെയ്തതാണ് മക്കളെ അല്ലെ. അതും ചെയ്ത ഇതുവരെ KG വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറത്തെ ആയിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ചോദിച്ചത് 128 നമ്മൾ സ്റ്റാർട്ടിംഗിൽ ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. രണ്ടാമത്തേത് ഇപ്പൊ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് 3x square plus 22xy അതും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കട്ടെ ആരെ ആൻസർ കണ്ടുപിടിക്കുന്നുണ്ട്. ഒരു എക്സാമിന് മാത്രം ഒരു ട്വിസ്റ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. വലിയ ട്വിസ്റ്റ് ഒന്നും ഇല്ല, കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഫൈൻഡ് എ മെട്രിക്സ് സി എന്നുള്ളതിന് പകരം സി എന്ന് ചോദിച്ചിരുന്നില്ല കേട്ടോ. ഫൈൻഡ് എ മെട്രിക്സ് സി such that Q is equal to find a matrix C such that Q is equal to X transpose C. എന്നുള്ള മെട്രിക്സിന് പകരം സി എന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. where Q is equal to minus 3x1 square plus 4x1 x2 minus x2 square plus 2x1 x3 minus 5x3. Listen, okay? Minus 3x1 square plus 4x1 x2 minus x2 square plus 2x1 x3 minus 5x3 square. First question is find a matrix C. A എന്നുള്ള മെട്രിക്സിന് വേണ്ടി സി തന്നിട്ടുണ്ട്. ആ മെട്രിക്സ് ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞു. ആദ്യം കണ്ടുപിടിച്ചോളൂ മെട്രിക്സ്. ഫസ്റ്റ് ഫൈൻഡ് ദ മെട്രിക്സ് C such that Q is equal to X transpose CX. Matrix, got the matrix C is equal to x1 square the coefficient minus 3, x2 square minus 1, x3 square the coefficient 5. Diagonal ആയിട്ട് എഴുതണം കേട്ടോ. കുറേ പേര് ക്ലാസ് മിസ് ചെയ്തിട്ടുണ്ട്. x1 square then x2 square and x3 square coefficients നോട്ട് ചെയ്യുക. ഡയഗണൽ എലമെന്റ്സ് ആയിട്ട് റെപ്രസെന്റ്. x1 x2 അത് again പറഞ്ഞു. അടുത്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ നേരെ തിരിച്ചത് xy ആയിരിക്കും. xy ആണെങ്കിലും അത് x1 x2 ഫസ്റ്റ് വേരിയബിൾ സെക്കൻഡ് വേരിയബിൾ ആയിട്ട് കൺസിഡർ ചെയ്യും. x1 x2 സോ 1 2 2 1 ഇതാണ് പൊസിഷൻ. സോ 1 2 2 1 ഇവിടെ ഈ ടേമിനെ ഹാഫ് ചെയ്തിട്ട് വേണം എഴുതാൻ. 2 അടുത്ത 1 3 1 3 3 1 രണ്ട് പൊസിഷനിൽ
ഈ ടേമിനെ ഹാഫ് ചെയ്തിട്ട് എഴുതാം. This 1 1 3 1 3 3 1. ആരോ ഡൗട്ട് എന്താ ചോദിച്ചു? ഞാൻ വായിച്ചില്ല കേട്ടോ. എന്താ കാര്യം? ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. -5 -5 ഉണ്ട് അല്ലേ? ശരി. ഓക്കെ, അവിടെ എന്താ വരിക? x1 x3 1 1. നമ്മൾക്ക് രണ്ട് പൊസിഷൻസ് ഉണ്ടോ? വേക്കൻറ്റ് ആണ്. അതായത് അവിടെ ആ ടേം ഇല്ല. ഇത് ടേം അവിടെ മിസ്സിംഗ്. x2 x3 എന്നുള്ള ടേം ഇല്ല. രണ്ടിടത്തും 0 കൊടുക്കും. ഈ മെട്രിക്സിന് മാത്രം 4 മാർക്കം കണ്ടുണ്ടായിരുന്നു. 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. Find the matrix C. So matrix കിട്ടി. ഇനി അടുത്തൊരു സബ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്, എല്ലാവരും എഴുതിക്കൊള്ളാം കേട്ടോ. ഇതൊന്ന് കണ്ടുപിടിച്ചിട്ട് ആരെങ്കിലും ഒന്ന് ഗ്രൂപ്പിലൊക്കെ ഇടുക കേട്ടോ. നിങ്ങൾ ആരും ആക്റ്റീവ് അല്ല, ഒരു ക്വസ്റ്റ്യൻ എന്നാൽ ചെയ്യുന്നില്ല. Obtain the matrix of transformation. Question ഇപ്പൊ ചെയ്തതിന്റെ കണ്ടിന്യൂഷൻ ഒന്നല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Obtain the matrix of transformation. അപ്പൊ മെട്രിക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇക്വേഷൻസ് പറയാം. y1 is equal to cos theta x1 minus sin theta x2. y2 is equal to sin theta x1 plus cos theta x2. Obtain the matrix of transformation. Sorry, matrix ഒക്കെ നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. ക്വസ്റ്റ്യൻ അതല്ല. ക്വസ്റ്റ്യൻ obtain the inverse transformation കണ്ടുപിടിക്കണം. matrix of transformation കണ്ടുപിടിക്കേണ്ടി വരും. Obtain the matrix of transformation and inverse transformation. രണ്ടും കണ്ടുപിടിക്കണം. Obtain the matrix of transformation. Also find its inverse transformation. സാധാരണ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലായിരുന്നു, പക്ഷെ ഒരു എക്സാമിന് കേട്ടില്ല. ഇങ്ങനെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് പിന്നെ അധികം ലിസ്റ്റ് വരാൻ സാധ്യത ഇല്ല, കാരണം നമ്മൾക്ക് 14 മാർക്സും പിന്നെ ഇവിടെ 20 മാർക്സിനാണ് വരുന്നത് അല്ലെ. അധികം അത്രയും ട്വിസ്റ്റഡ് ആയിട്ടൊന്നും ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കാറില്ല കേട്ടോ. അബദ്ധവശാൽ ഒരു സപ്ലിമെന്ററി എക്സാമിനെ കണ്ടിട്ട്, സപ്ലിമെന്ററിക്കൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. യെസ്, ഒരു സപ്ലിമെന്ററി എക്സാമിന്റെ ക്വസ്റ്റ്യൻ. സപ്ലിമെന്ററി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചില സമയത്ത്, ഇതുപോലെയുള്ള ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടാണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഒബ്റ്റെയിൻ ദ മെട്രിക്സ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഇറ്റ്സ് ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ. ആദ്യം മെട്രിക്സ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞ് നിങ്ങൾക്ക് അറിയാം. ഈ x is equal to x y എന്ന് എഴുതുന്നത് നിങ്ങൾക്ക് അറിയാം. ഇതാണ് ആ മെട്രിക്സ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന എക്സ്. മോഡൽ മെട്രിക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ മെട്രിക്സ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്യുന്ന മെട്രിക്സ് ഇത് തന്നെയാണ്. വേറെ മെട്രിക്സ് ഒന്നും നമുക്ക് അറിയുന്നില്ല ഇവിടെ. അല്ലെ, മിക്കതിൽ നമ്മൾ ഏത് മെട്രിക്സ് ആണ് യൂസ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ x is equal to x y എഴുതുന്നത്? ഏത് മെട്രിക്സ് യൂസ് ചെയ്തിട്ടാ? ക്യാപിറ്റൽ എക്സ് ഉള്ള മെട്രിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ട്രാൻസ്ഫോം ചെയ്യുന്നത്. ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കേണ്ട എക്സ് ആണ്. ഇത് തിരിച്ച് മെട്രിക്സ് ആക്കി എഴുതിയാൽ കിട്ടും ആൻസർ. ഇത്രയേ ഉള്ളൂ. സാധാരണ മെട്രിക്സ് തന്നിട്ട് അത് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ആക്കി എഴുതാറുണ്ട് അല്ലെ. x is equal to x y ആണ് നിങ്ങൾക്ക് ഞാൻ തരാറുള്ളത്. ആ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നിങ്ങൾ ഇക്വേഷൻ ആക്കുന്നത്. ഇത് റിവേഴ്സ് ഓർഡറിൽ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഇതെന്ത് ചെയ്യാം? തിരിച്ച് മെട്രിക്സ് ആക്കി മാറ്റാം. എങ്ങനെ മെട്രിക്സ് ആക്കി മാറ്റാം? y1 y2. ആരും കൺഫ്യൂസ് ചെയ്യൊന്നും വേണ്ട കേട്ടോ. ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്നൊന്നും വിചാരിക്കേണ്ട. ചോദ്യം ശ്രദ്ധിക്കുക. ആദ്യം ഒബ്റ്റെയിൻ ദ മെട്രിക്സ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ എന്നാണ് ആദ്യം പറഞ്ഞത്. അതിന്റെ അർത്ഥം ആ മെട്രിക്സ് കണ്ടുപിടിക്കും. x is equal to x y എന്നുള്ളതിലൊക്കെ നമ്മൾ ചെയ്യാറില്ലേ, അതുപോലെയുള്ള മെട്രിക്സ് ആദ്യം കണ്ടുപിടിക്കുക. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് മുന്നേ ചെയ്തതിലെല്ലാം തന്നെ നമ്മൾ ആദ്യം x is equal to x y എന്നുള്ള മെട്രിക്സ് ഒക്കെ എഴുതിയതിനു ശേഷം ഇക്വേഷൻ ആക്കി മാറ്റി മൾട്ടിപ്ലൈ ചെയ്തിട്ട്, ഇവിടെ നേരെ തിരിച്ച് ഇക്വേഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്, അതിന് തിരിച്ച് മെട്രിക്സ് ആക്കി മാറ്റാൻ പറഞ്ഞു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇവിടെ മെട്രിക്സ് ആക്കുമ്പോൾ എന്താ വരിക? മെട്രിക്സ് ഒക്കെ വലിയ ബുദ്ധിമുട്ടില്ല. കോഎഫിഷ്യൻസ് ഒക്കെ എടുത്ത് അതാത് പൊസിഷൻ ഇവിടെ എഴുതിയാൽ cos theta minus
സൈൻ തീറ്റ കോഎഫിഷ്യൻസ് ഒക്കെ എടുത്ത് അതേപോലെ സൈൻ തീറ്റ then cos തീറ്റ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി cos തീറ്റ x1 മൈനസ് സൈൻ തീറ്റ x2 എന്ത് ചെയ്യണം അതാത് പൊസിഷനിൽ അങ്ങ് എഴുതാം cos തീറ്റ മൈനസ് സൈൻ തീറ്റ then cos തീറ്റ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ തിരിച്ച് മെട്രിക്സിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാ പറഞ്ഞു. എങ്ങനെ കണ്ടുപിടിക്കും ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ? ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ മക്കളെ, ഇവിടെ എഴുതിയിരിക്കുന്ന y ഇൻ ടേംസ് ഓഫ് എക്സിലാണ്. ഇത് നേരെ തിരിച്ച് എഴുതി കഴിഞ്ഞാൽ ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷനും കിട്ടും. x ഇൻ ടേംസ് ഓഫ് y വേണം നമുക്ക് കിട്ടും. നോക്കിയാൽ നിങ്ങൾക്കറിയാം മുന്നേ എഴുതിയിട്ടുള്ള എല്ലാ ഇക്വേഷനും x is equal to x1 is equal to എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇവിടെ നേരെ തിരിച്ചല്ലേ വന്നിരിക്കുന്നത്. നോക്കി y1 is equal to എന്ന് പറഞ്ഞാൽ എഴുതി. നമ്മൾക്ക് എന്ത് വേണം ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് ദാറ്റ് is x1 is equal to y1 into a മെട്രിക്സ് ഫോമിൽ കിട്ടണം. അപ്പൊ ആ മെട്രിക്സ് എന്തായിരിക്കും ഇൻവേഴ്സ് എഴുതണമെങ്കിൽ ആ മെട്രിക്സ് നമുക്ക് അറിയാം. എങ്ങനെ കണ്ടുപിടിക്കാം പറഞ്ഞാൽ കാണിച്ചു തരാവേ. ഇത് നമ്മൾ ഇക്വേഷൻ ആക്കി എഴുതുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് ഇതാണ് x ഇൻ ടേംസ് ഓഫ് y-ലുള്ള ഇക്വേഷൻ ആണ്. പക്ഷെ ഇവിടെ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ് അല്ലെ. ഇത് നേരെ തിരിഞ്ഞു വരണം. അപ്പൊ അതിന് എന്ത് ചെയ്യണം? x ഇൻ ടേംസ് ഓഫ് y എഴുതുന്നത് എങ്ങനെയാണ്? എങ്ങനെ എഴുതാം? നമുക്കറിയാം ഇവിടെ x മാത്രമാണെങ്കിൽ മുന്നേ പറഞ്ഞ അതേ കൺസെപ്റ്റ് ആയി. ആ ക്യാപിറ്റൽ x ആ ടേം അവിടെ നിന്ന് മാറ്റി എഴുതാം. എങ്ങനെ മാറ്റി എഴുതാം? അത് അപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും എന്ത് ചേഞ്ച് വരും? ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റി എഴുതുമ്പോഴത്തേക്ക് അതിൽ എന്ത് ചേഞ്ചാ വരിക? എനിവൺ? ഈ ഇക്വേഷനിൽ നിന്ന് x is equal to എന്ത് എഴുതാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. y is equal to ക്യാപിറ്റൽ X into x ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നേരെ തിരിച്ച് എഴുതുമ്പോഴത്തേക്ക് എന്ത് ചേഞ്ച് ആണ് അവിടെ വരുന്നത്? x is equal to എന്നുള്ളത് എങ്ങനെ ഇതിൽ നിന്ന് എഴുതാം? ആ x ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റുമ്പോഴത്തേക്കും ഇത് ഡിവിഷൻ ബൈ മെട്രിക്സ് അടുത്ത ആള് എല്ലാവരും ഇങ്ങോട്ട് പോരട്ടെ. ഒക്കെ മെട്രിക്സ് യൂസ് ചെയ്ത് ഡിവൈഡ് ചെയ്യാനാ പറയുന്നത്. അങ്ങനെ ഡിവിഷൻ ഒന്നും പഠിക്കുന്നുണ്ടോ? ഒരു ടേമിനെ നിങ്ങൾ മെട്രിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എവിടെ പഠിച്ചിരിക്കുന്നത്? എ എന്നുള്ള മെട്രിക്സ് ഡിവൈഡഡ് ബൈ ബി എന്നുള്ള മെട്രിക്സ് എവിടെ പഠിച്ചിട്ടുണ്ട് മക്കളെ? മെട്രിക്സിൽ ഡിവിഷൻ ഇല്ല. 1/x ഒക്കെ എഴുതി കുറച്ച് കാര്യങ്ങളൊക്കെ സെയിം ആണ് എങ്കിലും പറയാം. ഒരു കാര്യമില്ല കേട്ടോ. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾക്ക് കിട്ടേണ്ടത് അഞ്ജന ഓക്കെ. പക്ഷെ അഞ്ജന പറഞ്ഞത് ശരിയാണ്. പക്ഷെ പൊസിഷനിൽ ഒരു വ്യത്യാസം. ആ പൊസിഷൻ എങ്ങനെ എഴുതാൻ നമ്മൾ പറഞ്ഞു. നോക്കി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് x is equal to ആണ് കണ്ടുപിടിക്കുന്നത്. x is equal to കണ്ടുപിടിക്കുന്ന ക്യാപിറ്റൽ x അവിടെ നിന്ന് പോയാൽ ഈ ക്യാപിറ്റൽ x അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാന്നറിയോ? ഒരു x ഇൻവേഴ്സ് കൊണ്ട് നമുക്ക് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് സൈഡ് ഞാൻ x ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. x ഇൻവേഴ്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ലെഫ്റ്റ് സൈഡ് മൾട്ടിപ്ലിക്കേഷൻ അവിടെ തന്നെ ചെയ്യും. ഓക്കെ, ഈ ടേമിന്റെ ലെഫ്റ്റ് സൈഡാണ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തത്. ഈ ടേമിന്റെ ലെഫ്റ്റ് സൈഡാണ് ചെയ്തത്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ചെയ്യാൻ പാടില്ല. ഓക്കെ, റൈറ്റ് ലെഫ്റ്റ് അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ഇമ്പോർട്ടൻസ് ഉണ്ട്. ലെഫ്റ്റ് സൈഡ് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ രണ്ട് ഭാഗത്തും അതേപോലെ ചെയ്യും. സോ രണ്ട് ടേമിന്റെയും ലെഫ്റ്റ് സൈഡ് ആണ് ഞാൻ x ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ x ഇൻവേഴ്സ് x എന്ന് പറഞ്ഞാൽ എന്താ? ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. കണ്ടോ? നമുക്ക് കിട്ടി x ഇൻവേഴ്സ് y is equal to x എന്ന്. ഇൻവേഴ്സ് ലെഫ്റ്റ് സൈഡിലേക്ക് മാറുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധ. ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും ഓരോ ടേംസ് മാറ്റി എഴുതുന്നത്. ഓക്കെ, ഇനി ആ ഇൻവേഴ്സ് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇൻറ്റു y ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ കിട്ടും. അത് ഞാൻ വേണേല എഴുതിയിട്ട് ഗ്രൂപ്പിൽ ഇട്ട് തരാം. ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വിചാരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. കാര്യം മനസ്സിലാക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതുവരെ എഴുതിയതെല്ലാം x in terms of y ലാണ്. അവരെ ഒന്ന് തിരിച്ചെഴുതാൻ പറ്റുമെന്ന് ഒരു ചോദ്യം ചോദിച്ചു, അത്രേ ഉള്ളൂ. എങ്ങനെയാണിത് മാറ്റി എഴുതുന്നത് എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കണം കേട്ടോ. മെട്രിക്സിന്റെ ഡിവിഷൻ അല്ല നമ്മൾ അവിടെ ശരിക്കും ചെയ്യുന്നത്. ഡിവിഷൻ ബൈ എ മെട്രിക്സ് ഒന്നും നിങ്ങൾ പഠിച്ചിട്ടില്ല.
അല്ലെ? സ്കാലാർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഒരു മെട്രിക്സിനെ ഒരു സ്കാലാർ ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് ഈച്ച് ആൻഡ് എവറി ടേമിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ മെട്രിക്സ് കൊണ്ട് ഡിവിഷൻ ചെയ്യുന്നൊന്നും മക്കൾ പഠിച്ചിട്ടില്ല. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ എക്സ് എന്നുള്ള ടേം അവിടെ നിന്ന് മാറ്റാനായിട്ട് എന്ത് ചെയ്യാം? അതിന്റെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഇൻവേഴ്സ് ഐ ആണ്, ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. തിരിച്ച് എക്സ് ഇൻവേഴ്സ് എക്സ് ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അപ്പൊ ഐഡന്റിറ്റി മെട്രിക്സ് വരാനായിട്ടാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്ത് എക്സ് ഉള്ളത് കൊണ്ട് അതിന്റെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ആ ടേം ഐ എന്നുള്ള ടേം ആയിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യും. ഐഡന്റിറ്റി മെട്രിക്സ് ഇൻറ്റു എനി ടേം, എനി മെട്രിക്സ് ചെയ്താൽ അത് തന്നെയാണ് കിട്ടുക. ഓക്കെ, സോ എക്സ് ഇൻവേഴ്സ് ചെയ്തു. അതേപോലെ ഇവിടെ ലെഫ്റ്റ് സൈഡാണ് മൾട്ടിപ്ലൈ ചെയ്ത, സോ ഇവിടെയും ലെഫ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ തന്നെ ചെയ്യണം. അപ്പൊ അഞ്ജന ആരോ ആൻസർ ചെയ്തിരുന്നു? അഞ്ജനെ തോന്നുന്നു. അഞ്ജന ആൻസർ പറഞ്ഞത് എക്സ് ഇൻവേഴ്സ് റൈറ്റ് സൈഡ് ആണ് വന്നത്. അങ്ങനെ ചെയ്യും കേട്ടോ. അത് പൊസിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമുക്കറിയാം എ ബി നോട്ട് ഈക്വൽ ടു ബി എ എന്ന് പഠിച്ചിട്ടുണ്ട്. മക്കൾക്ക് സമയമായി, നമുക്ക് ഫ്രൈഡേ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് മൊഡ്യൂൾ. ഡൗട്ട് ഉള്ളവരൊക്കെ ചോദിച്ചോളൂ. മൺഡേ എക്സാം എഴുതാൻ റെഡി ആയിട്ട് വരിക കേട്ടോ. നന്നായി പഠിച്ചുകൊണ്ട് വരും. മീറ്റിംഗ് ലീവ് ചെയ്തോളൂ കേട്ടോ.